അധ്യായം 6. മാനസിക സൗഖ്യത്തിന് പ്രായോഗിക തന്ത്രങ്ങൾ. ഒരു എഞ്ചിനീയർക്ക് ഒരു പാലം അല്ലെങ്കിൽ ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ ഒരു വിദ്യയും ഒരു പ്രക്രിയയുമുണ്ട് അല്ലേ? എഞ്ചിനീയറെ പോലെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നയിക്കുന്നതിനും നിങ്ങളുടെ മനസ്സിനും ഒരു പ്രവൃത്തി രീതിയുണ്ട്. രീതികളും സാങ്കേതികതകളും പ്രാഥമികമാണെന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. ഒരു മാനസിക എഞ്ചിനീയർ ആകുകയും പ്രതാപത്തോടെയും മഹത്തായതുമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ പരീക്ഷിച്ചതും തെളിയിക്കപ്പെട്ടതുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തെ ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരത്തിന്റെ സന്തോഷം അനുഭവപ്പെടാനാകും. മാനസിക ശാസ്ത്രത്തിന്റെ സഹായത്തോടെ കാര്യങ്ങൾ എളുപ്പ രീതിയിൽ പൂർത്തിയാക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുക. നിങ്ങൾക്ക് തിളക്കമാർന്ന ആരോഗ്യം, വിജയം, സന്തോഷം എന്നിവ കെട്ടിപ്പടുക്കാൻ മനസ്സിന്റെ ചിത്രശാലയിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സങ്കല്പിക്കുന്ന ചിന്തകൾക്ക് കഴിയും. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ബുദ്ധി നിങ്ങളുടെ ബോധചിന്തകളോട് എപ്പോഴും നേരിട്ട് പ്രതികരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വ്യക്തിപരമായി തെളിയിക്കുന്നതുവരെ ശാസ്ത്രീയമായി പരീക്ഷിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഉറപ്പായ പൂർത്തീകരണം മുൻകൂട്ടി കാണുന്നതിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഏത് മാനസിക രൂപവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന്റെ വസ്തുതയോ നിങ്ങൾ കാണാത്ത കാര്യത്തിന്റെ തെളിവോ ആണ്. ഒരു മാനസിക ചിത്രം 1000 വാക്കുകളുടെ വിലയുള്ളതാണ്. വിശ്വാസം പിന്താങ്ങുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ചിത്രവും നിങ്ങളുടെ ഉപബോധ മനസ്സ് നടപ്പിലാക്കും. പ്രാർത്ഥനയിൽ എല്ലാ ശ്രമങ്ങളും മാനസിക ബലപ്രയോഗങ്ങളും ഒഴിവാക്കുക. ഉറക്കം, മയക്കം എന്നീ അവസ്ഥകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ സ്വയം മയപ്പെടുത്തുകയും സ്വയം താരാട്ട് അനുഭവിച്ച് ഉറങ്ങുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് അറിയുകയും ചെയ്യുക. നന്ദിയുള്ള ഹൃദയം എല്ലായ്പ്പോഴും പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയോട് അടുത്താണെന്ന് ഓർമ്മിക്കുക. സ്ഥിരീകരിക്കുക എന്നാൽ അത് അങ്ങനെയാണെന്ന് പ്രസ്താവിക്കുകയാണ്. എല്ലാ എതിർ തെളിവുകളും പരിഗണിക്കാതെ മനസ്സിന്റെ മനോഭാവം സത്യമാണെന്ന നിലപാട് അവലംബിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ദൈവത്തിന്റെ സ്നേഹത്തെയും മഹത്വത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഐക്യം, ആരോഗ്യം, സമാധാനം എന്നിവയുടെ ഇലക്ട്രോണിക് തരംഗങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങൾ ആജ്ഞാപിക്കുന്നതും നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്നതും സംഭവിക്കും. യോജിപ്പ്, ആരോഗ്യം, സമാധാനം, സമൃദ്ധി എന്നിവയ്ക്ക് വേണ്ടി ആജ്ഞാപിക്കുക. അധ്യായം 7. ഉപബോധ മനസ്സിന്റെ പ്രവണത ജീവിതത്തിലേക്ക്. നിങ്ങളുടെ മാനസിക ജീവിതത്തിന്റെ 90% ഉപബോധ മനസ്സാണ്. അതിനാൽ ഈ അത്ഭുതകരമായ ശക്തി ഉപയോഗിക്കാതിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വളരെ ഇടുങ്ങിയ പരിധിക്കുള്ളിൽ ജീവിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രക്രിയകൾ എപ്പോഴും ജീവനിലേക്കുള്ളതും സൃഷ്ടിപരവുമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ ശരീരത്തിന്റെ നിർമ്മാതാവും അതിന്റെ എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളും പരിപാലിക്കുന്നതും. അത് 24 മണിക്കൂറും ജോലിയിലാണ്, ഒരിക്കലും ഉറങ്ങാറില്ല. അത് നിങ്ങളെ സഹായിക്കാനും ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കാനും എപ്പോഴും ശ്രമിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ ശരീരത്തിന്റെ നിർമ്മാതാവ്. അത് 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിഷേധാത്മക ചിന്തകളിലൂടെ ജീവദായകമായ അതിന്റെ മാതൃകകൾക്ക് നിങ്ങൾ പ്രതിബദ്ധമാകുന്നു. ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരവും ആവിഷ്കരിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ചുമതലപ്പെടുത്തുക. അത് നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. സത്യമായി അംഗീകരിക്കപ്പെടുന്ന എല്ലാ ചിന്തകളും നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ സോളാർ പ്ലെക്സസിലേക്ക് നിങ്ങളുടെ ഉദരത്തിലെ മസ്തിഷ്കം അയക്കുന്നു. എന്നിട്ട് അത് നിങ്ങളുടെ ലോകത്തേക്ക് ഒരു യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ രൂപരേഖ നൽകി നിങ്ങൾക്ക് സ്വയം പുനർനിർമ്മിക്കാം എന്നറിയുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രവണത എപ്പോഴും ജീവനിലേക്കാണ്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ ബോധ മനസ്സോടെയാണ്. സത്യമായ മുൻ വ്യവസ്ഥകളെ കൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പോഷിപ്പിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ പഴക്കമായ മാനസിക മാതൃകയ്ക്ക് അനുസൃതമായി എപ്പോഴും പുനർനിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ 11 മാസത്തിലും നിങ്ങൾ ഒരു പുതിയ ശരീരം നിർമ്മിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ മാറ്റിക്കൊണ്ടേയിരുന്ന് നിങ്ങളുടെ ശരീരത്തെ മാറ്റുക. ആരോഗ്യവാനായിരിക്കുക എന്നത് സാധാരണമാണ്. അസുഖം വരുന്നത് അസാധാരണമാണ്. ഇത് യോജിപ്പിന്റെ സഹജമായ തത്വത്തിനുള്ളിലാണ്. അസൂയ, ഭയം, ആധി, ഉത്കണ്ഠ എന്നിവയുടെ ചിന്തകൾ നിങ്ങളുടെ ഞരമ്പുകളെയും ഗ്രന്ഥികളെയും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത് എല്ലാത്തരം മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ബോധപൂർവം സ്ഥിരീകരിക്കുന്നതും സത്യമെന്ന് തോന്നുന്നതും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും കാര്യങ്ങളിലും പ്രകടമാക്കപ്പെടും. നല്ലതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക.